ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ലങ്കാവിയിലെ തന്നെ വേറൊരു ജിയോ ഫോറസ്റ്റ് പാർക്കാണ് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക്. ലങ്കാവിയുടെ നോർത്ത് ഈസ്റ്റ് കോർണറിലെ കിലിംചെട്ടിയിൽ നിന്ന് തുടങ്ങുന്ന യാത്രയായിരുന്ന കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് ടൂർ ബുക്ക് ചെയ്ത മിക്കവാറും എല്ലാ ഹോട്ടലിൽ നിന്നും പിക്ക് ചെയ്ത് ട്രിപ്പിന് ശേഷം ഹോട്ടലിൽ തന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് കിലിംചെട്ടിയിൽ പോയി ബോട്ട് ടൂർ ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. മാംഗ്രോവ് ഫോറസ്റ്റ്, കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക്, ഫിഷ് ഫീഡിംഗ്, ഫിഷ് ഫാം ഒക്കെ ഉൾപ്പെട്ട ഹാഫ് ഡേ ട്രിപ്പാണിത്. ഇതാണ് കിലിംചെട്ടി. ഇവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. Okay, they're on holiday. All these in one group, they're on holiday. I will call you there, then you can listen to me. Okay, come please. Hello guys. Okay, our board man today is Adam. Yeah? Have you been here before? No? First time? Yes. So where you're from? Pakistan. So what about you? Please. Canada. You're from? UK. Singapore, Malaysia, Netherlands. Okay. So at the moment the time is a low time, yeah? 3 നദികൾ കടലിൽ ചേരുന്ന ഭാഗത്തുണ്ടായ കണ്ടൽക്കാടുകളിലൂടെയാണ് ഈ യാത്ര. ഈ യാത്രയിൽ കൂടുതൽ സമയവും ബോട്ടിൽ തന്നെയാണ്. അതായത് ബോട്ടിലിരുന്ന് തന്നെയാണ് കണ്ടൽക്കാടുകളും ജിയോ ഫോറസ്റ്റ് പാർക്കിലെ റോക്ക് ഫോർമേഷൻസും കാണുന്നത്. ലങ്കാവിയിലെ കണ്ടൽക്കാടുകളാണ് 2004 സുനാമിയിൽ നിന്ന് ദ്വീപിനെ രക്ഷിച്ചത്. Okay, these are first stop. It's a bat cave. Yeah, don't bring any food or drink. Key in the boat. ആദ്യം തന്നെ പോകുന്നത് ബാറ്റ് കേവിലേക്കാണ്. No problem. Phuket 5,000-6,000. Sri Lanka, Maldives, and ഇവിടെ കുറെ കുരങ്ങന്മാരുണ്ട്. കയ്യിലുള്ളത് എന്തും തട്ടിപ്പറിക്കുന്ന ഇവന്മാർ ലങ്കാവി ഗാങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. Sunda. This one is okay. These are baby. It's okay. That's trying to scare you. അതുപോലെ കണ്ടൽക്കാടിലെ ചളിയിൽ നിറയെ ചുവന്ന നിറമുള്ള ഞണ്ടുകളാണ്. ഇതാണ് ബാറ്റ് കേവ്. വവ്വാലുകളെ കൊണ്ട് നിറഞ്ഞതിനാലാണ് ഈ പേര് വന്നത്. ഇവിടെയുള്ള റോക്ക് ഫോർമേഷൻസ് എല്ലാം കിലിം ജിയോ ഫോറസ്റ്റ് പാർക്കിന്റെ ഭാഗമാണ്. ഇനി ഫിഷ് ഫീഡിംഗ് ചെയ്യുമ്പോൾ കോറൽ റീഫ്സ് സാധാരണ ഏറ്റവും അധികം കാണപ്പെടുന്ന സർജൻ മേജർ ഫിഷുകളാണ് വന്നത്. അടുത്തതായി ഫ്ലോട്ടിംഗ് ഫിഷ് ഫാം. ഇവിടെ ഒരുപാട് ടൈപ്പ് മീനുകളുണ്ടെങ്കിലും സ്റ്റിംഗ് റൈസ് ആണ് എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഫ്രഷ് വാട്ടർ സ്റ്റിംഗ് റൈസ് ആണ് ഇവയൊക്കെ. ഇവിടെ തന്നെയുള്ള റെസ്റ്റോറന്റിലാണ് ലഞ്ച്. ഊണിന് ശേഷം കണ്ടൽക്കാടുകളിലൂടെയുള്ള യാത്ര തുടർന്നു.
ഇതിനിടയിൽ കുറച്ചു കുരങ്ങന്മാർ ബോട്ടിൽ കയറി. ഗൈഡ് പോയി കുരങ്ങന്മാർക്ക് കടല കുറിക്കാൻ കൊടുത്തു. ബോട്ട് കണ്ടൽക്കാടിൽ നിന്ന് അകലെയാവാൻ തുടങ്ങിയപ്പോൾ കുരങ്ങന്മാർ നീന്തി രക്ഷപ്പെട്ടു. ഗുഹകളിലൂടെയും കണ്ടൽക്കാടുകളിലൂടെയുമുള്ള മടക്കയാത്ര ആരംഭിച്ചു. See there? Standing on the crocodile mouth. You see crocodile? There, you see a monkey in the crocodile mouth there. No. You see that? Monkey? Yeah. Yeah, we saw the monkey. We didn't. There is a crocodile. No, like. There is a crocodile. You see the crocodile? There. Rock formation there. രണ്ടു മണിയോടെ കിലിംചെട്ടിയിൽ തിരിച്ചെത്തി. അന്ന് രാത്രിയിലെ ന്യൂ ഇയർ സെലിബ്രേഷനോടെ എന്റെ ലങ്കാവി യാത്ര അവസാനിച്ചു. പുതിയൊരു യാത്രയിൽ വീണ്ടും കാണാം.